All India Medical Institute online class like എല്ലാവർക്കും സ്വാഗതം. Today we are going to learn about basic pharmacology for pharmacy students. So let's see what is pharmacology. Pharmacology is a science which deals with the study of drugs. It is derived from the Greek word pharmakon, which means drug. So pharmacology എന്ന് പറയുന്നത് ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് pharmacology എന്ന് പറയുന്നത്. ഈ വേർഡ് ഇസ് എ ഗ്രീക്ക് വേർഡ്. Pharmakon എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ് pharmacology. What does it mean? Pharmakon എന്ന് പറഞ്ഞാൽ ഡ്രഗ് ആണ്. Cology means study. So what all is included in pharmacology? It includes study of mechanism of action, എങ്ങനെ ഒരു ഡ്രഗ് ആക്ട് ചെയ്യുന്നു, പിന്നെ അബ്സോർപ്ഷനെ കുറിച്ചും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു, മെറ്റബോളൈസ് ആവുന്നു, എക്സ്ക്രീറ്റ് ആവുന്നു, ആൻഡ് ദ യൂസസ് ഓഫ് ഡ്രഗ്സ്. ഈ സ്റ്റഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ pharmacology എന്ന് പറയുന്നത്. Drug. What is a drug? A drug is defined as a substance which is used for treatment, diagnosis or to prevent disease. അപ്പോൾ എന്താണ് ഡ്രഗ് ഓർ എ മെഡിസിൻ? എന്തിനെയാണ് നമ്മളൊരു ഡ്രഗ് എന്ന് പറയുന്നത്? ഒരു കെമിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ എൻറ്റിറ്റിനെയാണ് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസ് എന്താ? ഒന്നെങ്കിൽ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ഡിസീസ്, ഒരു ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ ഓർ മെഡിക്കൽ എൻറ്റിറ്റിനെയാണ് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത്. ഫാർമക്കോളജിയിൽ 2 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫാർമക്കോകൈനറ്റിക് ആൻഡ് ഫാർമക്കോഡൈനാമിക്. ഫാർമക്കോകൈനറ്റിക് എന്ന് പറയുന്നത് എന്താ? വൺസ് എ ഡ്രഗ് ഇസ് ഇൻസൈഡ് ദി ബോഡി, ദ മൂവ്മെന്റ് ഓഫ് ദ ഡ്രഗ് ഇസ് നോൺ ആസ് ഫാർമക്കോകൈനറ്റിക്. വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്, എന്തൊക്കെ സംഭവിക്കുന്നു, വാട്ട് ഓൾ ഹാപ്പൻസ് ടു ദ ഡ്രഗ് വൺസ് ദ ഡ്രഗ് ഇസ് ഇൻസൈഡ് ദ ബോഡി, അതിനാണ് ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. 4 മേജർ പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് ദ ഡ്രഗ് അണ്ടർഗോസ് അബ്സോർപ്ഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ആവും, പിന്നെ മെറ്റബോളൈസ് ആവും, എക്സ്ക്രീറ്റ് ആവും. വിൽ ലേൺ അബൌട്ട് ഓൾ ദിസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. And ADME is the short form of absorption, distribution, metabolism and excretion. Next is pharmacodynamics. What is pharmacodynamics? What drug does to the body? Upper drug once inside the body, it has to have a mechanism of action, effect ഉണ്ടാവണം. So അതിനെ കുറിച്ചുള്ള studies comes under pharmacodynamics. Pharmacokinetics. So what happens? ഞാൻ പറഞ്ഞു 4 പ്രോസസ്സ് ഉണ്ട് ഫാർമക്കോകൈനറ്റിക്സിൽ. അബ്സോർപ്ഷൻ. സോ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഫസ്റ്റ് ഡ്രഗ് എത്തണം. സോ എങ്ങനെ ഡ്രഗ് ബോഡിയിലോട്ട് എത്തുന്നു, പിന്നെ അവിടുന്ന് എങ്ങനെ എബ്സോർബ് ആവുന്നു, എബ്സോർബ് ആയി കഴിഞ്ഞിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ആവണം, അതായത് ടാർഗറ്റ് സെൽസിൽ എത്തണം. ഡിസ്ട്രിബ്യൂട്ട് ആയി കഴിഞ്ഞിട്ട് മെറ്റബോളൈസ് ആവണം, ബ്രേക്ക് ഡൗൺ ആവണം, അത് കഴിഞ്ഞിട്ട് ബോഡിയിൽ നിന്ന് അത് പുറത്തു പോകണം. ഈ പ്രോസസ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് ഫാർമക്കോകൈനറ്റിക്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് അബ്സോർപ്ഷൻ നടക്കണം. അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഈ ഡ്രഗ് നമ്മളെ ബോഡിയിൽ എത്തണം. എത്തിക്കഴിഞ്ഞിട്ട് ബോഡിയിൽ നിന്ന് എബ്സോർബ് ആവും. എബ്സോർബ് ആവുന്ന എങ്ങോട്ട്? സർക്കുലേഷനിലോട്ട്, സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് എത്തണം. എങ്ങനെ? സെൽ മെംബ്രെയിൻസ് കൂടെ പാസ്സായാലേ അത് സർക്കുലേഷനിലോട്ട് എത്തുള്ളൂ. ബൈ 2 മെത്തേഡ്സ്, ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് അബ്സോർപ്ഷൻ വഴി ഒരു ഡ്രഗ് GI ട്രാക്റ്റിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് എത്തും. സോ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ബോഡിയിൽ എത്തുന്നത്? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൂട്ട്സ് ഉണ്ട്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് റൂട്ട് ഐദർ ലോക്കലി അല്ലെങ്കിൽ സിസ്റ്റമിക്. ലോക്കൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ലോക്കൽ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് സ്കിൻ ട്രോപ്പിക്കൽ ഏജൻസ്, ഓയിൽമെൻറ്റ്സ്, പേസ്റ്റ്, ക്രീംസ്, ഇതൊക്കെയാണ് ലോക്കലി ഇൻവോൾവ് ആയിരിക്കുന്നത്. പിന്നെ സിസ്റ്റമിക് ക്യാൻ ബി എൻട്രൽ ഓർ പാരൻട്രൽ. എൻട്രൽ എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ ടേക്ക് ചെയ്യുന്നതാണ് എൻട്രൽ. അതർ ദൻ പാരൻട്രൽ എന്നെ പറയുന്ന പേരാണ് എൻട്രൽ. സോ ഇറ്റ് ക്യാൻ ബി ഓറൽ, സബ്ലിംഗ്വൽ. ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ടങ്ങിൻ്റെ അടിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റെക്ടൽ റൂട്ട് വഴി യൂസ് ചെയ്യുന്നതാണ് റെക്ടൽ ഡ്രഗ്സ്. പിന്നെ പാരൻട്രൽ എന്ന് പറയുന്നത് ഇൻജക്ഷൻസിനെയാണ്. മെയിൻലി ഇൻട്രാവീനസ്, ഇൻട്രാമസ്കുലാർ, സബ്ക്യൂട്ടേനിയസ്. അപ്പോൾ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിൽ കാണാം. ബട്ട് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രഗ് എങ്ങനെ ബോഡിയിൽ എത്തുന്നു. ഇറ്റ് ക്യാൻ ബി ലോക്കൽ ഓർ സിസ്റ്റമിക്. ലോക്കൽ ആണെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. സിസ്റ്റമിക് ക്യാൻ ബി എൻട്രൽ ഓർ പാരൻട്രൽ. പാരൻട്രൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻസ് ആണ്. എൻട്രൽ എന്ന് പറഞ്ഞാൽ ഓറലി ഓർ സബ്ലിംഗ്വൽ വഴിയോ റെക്ടൽ വഴിയോ എത്തുന്നതാണ് എൻട്രൽ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ഇപ്പോൾ എബ്സോർപ്ഷൻ നടന്നിട്ട് ആ ഏരിയ തന്നെ അത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് റീച്ച് ദ ടാർഗറ്റ് സെൽ. സോ ഹൗ ഡസ് ഇറ്റ് റീച്ച്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് മോളിക്യൂൾസ് ഫ്രം ദ ബ്ലഡ് ടു ദ ടിഷ്യൂസ് ഓർ ടാർഗറ്റ് സ്ഥലത്ത് എത്തണമെങ്കിൽ, അതായത് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ, CNS-ൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് എത്തണം. സോ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ അതിൻ്റെ ആക്ഷൻ വേണ്ട ആ സ്ഥലത്ത് എത്തണം. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ചില ഡ്രഗ്സ് വിൽ പാസ് ത്രൂ ദ സെൽ മെംബ്രെയിൻസ് വെരി ഈസിലി. അങ്ങനെ പാസ് ചെയ്യുന്നതിന് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഈസിലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അതേസമയം സെൽ മെംബ്രെയിൻസിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത ഡ്രഗ്സിന് ലിമിറ്റഡ് ആക്ഷൻ ആയിരിക്കും, അതായത് മെല്ലെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് മെറ്റബോളിസം. അപ്പോൾ എബ്സോർപ്ഷൻ കഴിഞ്ഞു, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ആയി, പിന്നെ എന്താ അത് ബോഡിയിൽ അങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഗെറ്റ് മെറ്റബോളൈസ്ഡ്. വാട്ട് ഇസ് മെറ്റബോളിസം? അതായത് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദിസ് ഡ്രഗ് ഇസ് കോൾഡ് മെറ്റബോളിസം എന്ന് വെച്ചാൽ അത് ഒരു ഇനാക്റ്റീവ് ഫോമിലോട്ട് എത്തണം. അതിൻ്റെ ആക്ഷൻ കഴിഞ്ഞാൽ അതൊരു ഇനാക്റ്റീവ് ഫോമിലേക്ക് എത്തണം. അതിനെ പറയുന്നതാണ് മെറ്റബോളിസം. സോ ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഡ്യൂറേഷൻ ഓഫ് ദ ആക്ഷൻ ഓഫ് ദ ഡ്രഗ് ഇസ് ഡിക്രീസ്ഡ്. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ, ഹൗ ലോങ്, എത്ര സമയം അത് ബോഡിയിൽ നിൽക്കുന്ന ആ ടൈം റിഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താ, ടോക്സിസിറ്റി കുറയുന്നു. ഈ പ്രോസസ്സിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ട്രാൻസ്ഫോർമേഷൻ. കാരണം എന്താ, ഒരു ഫോമിൽ നിന്ന് അത് വേറെ ഫോമിലോട്ട് എത്തുകയാണ്. ആക്റ്റീവ് ഫോമിൽ നിന്ന് ഇനാക്റ്റീവ് ഫോമിലേക്ക് എത്തുന്നത് കൊണ്ട് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നു. ഏതാണിത്? ലിവർ സെൽസിലാണ് ഇത് മെയിൻലി ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ലിവർ ഇസ് ദ മേജർ സൈറ്റ് ഓഫ് ഡ്രഗ് മെറ്റബോളിസം. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു, എബ്സോർപ്ഷൻ കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, മെറ്റബോളിസം കഴിഞ്ഞു. മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകണം. എലിമിനേറ്റ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എക്സ്ക്രീഷൻ ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ ഡ്രഗ്സ് ആർ എലിമിനേറ്റഡ് ഫ്രോം ദി ബോഡി. എങ്ങനെയൊക്കെ, ഏതൊക്കെ ഫോമിൽ നമ്മൾ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നത്? യൂറിൻ, ഫീസസ്, സ്വെറ്റ്, സലൈവ, ബൈൽ, ഈ ഫോംസിലൊക്കെ ഡ്രഗ് നമ്മളെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകുന്നു. പ്രൈമറി ഓർഗൻ ഫോർ എക്സ്ക്രീഷൻ ഏതാ? കിഡ്നി. സോ എക്സ്ക്രീറ്റ് ആയി പോകുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താ? ഈ ഡ്യൂറേഷൻ, സെയിം ആസ് മെറ്റബോളിസം, ഡ്യൂറേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ ദ ബോഡി ഡിക്രീസസ്. അതുകൊണ്ട് എന്താ, ടോക്സിസിറ്റി ഇസ് ഓൾസോ ഡിക്രീസ്ഡ്. Pharmacodynamics deals with the mechanism of action of a drug. What the drug does to the body. അതായത് ബോഡിയിൽ ഡ്രഗ് എത്തിക്കഴിഞ്ഞു, ഇനി ഡ്രഗിൻ്റെ ആക്ഷനാണ്. ഓക്കെ, വാട്ട് ഇസ് ദ മെക്കാനിസം ഓർ ആക്ഷൻ ഓഫ് എ ഡ്രഗ്? അതിനെക്കുറിച്ച് വിൽ സ്റ്റഡി ഇൻ ഫാർമക്കോഡൈനമിക്. ഡ്രഗിൻ്റെ എഫക്റ്റിനെ കുറിച്ചും അത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് വാട്ട് ഓൾ ആക്ഷൻ ഡസ് എ ഡ്രഗ് പ്രൊഡ്യൂസ്. ഓരോരോ ഡ്രഗ്സിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ഷൻ ആണുള്ളത്. ചില ഡ്രഗ്സ് പെയിൻ റിലീവിങ് ആണ്, ചില ഡ്രഗ്സ് ആൻറ്റിപയററ്റിക്, ഫീവർ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നതാണ് ചില ഡ്രഗ്സ്. അപ്പോൾ ഓരോ ഡ്രഗ് ഹാസ് ഡിഫറെൻറ്റ് ആക്ഷൻ. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നത് ഫാർമക്കോഡൈനാമിക്സിലാണ്. സോ വാട്ട് ആർ റെസെപ്റ്റേഴ്സ്? റെസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെല്ലിലുള്ള ഒരു കമ്പോണൻറ്റിനെയാണ് റെസെപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഡ്രഗ് ആക്ട് ചെയ്യുന്ന പ്ലേസ് ആണ് റെസെപ്റ്റേഴ്സ്. സോ റെസെപ്റ്റേഴ്സ് ആർ കമ്പോണൻറ്റ് ഓഫ് എ സെൽ വിത്ത് വിച്ച് എ ഡ്രഗ് ഇൻട്രാക്ട്സ്. ഒരു ഡ്രഗിനെ ആക്ട് ചെയ്യാൻ വേണ്ടി സെല്ലിലുള്ള ഒരു കമ്പോണൻ്റ് ആണ് റെസെപ്റ്റേഴ്സ്. അപ്പോൾ അത് എവിടെയാണ് പ്രസൻറ്റ്? ഇറ്റ് ക്യാൻ ബി ഓൺ ദ സെൽ മെംബ്രെയിൻ ഓർ ഇൻസൈഡ് ദ സെൽ. It may be a protein or an enzyme. A receptor can be made up of protein or enzyme. So we have a agonist and antagonist. എന്താണ് agonist? എന്താണ് antagonist? A drug is called an agonist when it produces a chemical reaction after being attached to the receptor. അതായത് ഒരു ഡ്രഗ് റെസെപ്റ്ററിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ agonist എന്ന് പറയുന്നു. Antagonist എന്താ? അതിൻ്റെ റിവേഴ്സ്. If a drug combines with a receptor and blocks its action without producing a pharmacological action, ഒരു pharmacological action പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഡ്രഗിനെ ആൻറ്റഗോണിസ്റ്റ് പറയുന്നു. സോ എഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗിനാണ് എഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ആൻറ്റഗോണിസ്റ്റ് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് എഗോണിസ്റ്റ്, അതായത് ബ്ലോക്ക് ചെയ്യുന്നു. ഫാർമക്കോളജിക്കൽ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നു. സോ ബേസിക് ഫാർമക്കോളജി ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ഈസ് ഫാർമക്കോളജി എന്ന് കണ്ടു. ഫാർമക്കോളജി ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റഡി ഓഫ് ഡ്രഗിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഫാർമക്കോളജി എന്ന് പറയുന്നത്. അതിന് 2 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്, ഫാർമക്കോകൈനറ്റിക്കും ഫാർമക്കോഡൈനമിക്കും. കൈനറ്റിക്കിൻ്റെ അടിയിൽ വരുന്നതാണ് ADME, വാട്ട് ദ ബോഡി ഈസ് ഡൂയിങ് ടു ദ ഡ്രഗ്. എന്തൊക്കെ സംഭവിക്കുന്നു? എബ്സോർബ് ആവുന്നു, പിന്നെ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു, പിന്നെ മെറ്റബോളൈസ് ആവുന്നു, ബ്രേക്ക് ഡൗൺ ആവുന്നു, ഇനാക്റ്റീവ് ഫോമിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് എലിമിനേറ്റ് ആവുന്നു. ആ പ്രോസസ്സിന് പറയുന്നതാണ് എക്സ്ക്രീഷൻ. നെക്സ്റ്റ് വി ഹാവ് ഫാർമക്കോഡൈനമിക്. ഫാർമക്കോഡൈനമിക്കിൽ മെക്കാനിസം ഓഫ് ആക്ഷനെ കുറിച്ച് പഠിക്കുന്നു.
ഈ ഡ്രഗ്സിൻ്റെ എഫക്ട്സ് എവറിത്തിങ് കംസ് അണ്ടർ ഫാർമക്കോഡൈനമിക്. അതിൽ നമ്മൾ റിസപ്റ്റേഴ്സ്, വാട്ട് ആർ റിസപ്റ്റേഴ്സ് എന്ന് കണ്ടു, പിന്നെ എഗോണിസ്റ്റ് എന്താ ആൻറ്റഗോണിസ്റ്റ് എന്താന്ന് കണ്ടു. So that's it about basic pharmacology. Hope it is clear and thank you.